പരീക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. യോനാ പ്രവചനം 1-ാം അധ്യായം നമ്മൾ പണ്ട് ഒരിക്കൽ ധ്യാനിച്ച് 1-2 തവണ ധ്യാനിച്ചിട്ടുള്ള, പക്ഷെ പരിശുദ്ധാത്മാവ് തരുന്നതാണ്. അമിത്തായിയുടെ പുത്രൻ യോനായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അമിത്തായി സത്യസന്ധന, അതേപോലെ പുണ്യപ്പെട്ട മാതാപിതാക്കൾ. ഓർത്തോണം, ഒരു രഹസ്യം പറഞ്ഞാട്ടെ, നീ വിശുദ്ധനാവുക എന്നുള്ളത് നിന്റെ മക്കൾക്ക് വേണ്ടി നീ ചെയ്യുന്നത്. നീ കള്ളും കുടിച്ച് തോന്നിയാസവും കാണിച്ച് നടന്നുകൊണ്ട് നിന്റെ മക്കൾ വിൽ ബി അഫക്റ്റഡ്. ഉറപ്പാ മക്കളെ. ഇതാ അമിത്തായി സത്യസന്ധൻ, അവന് കൊച്ചു ജനിച്ചു, അവൻ്റെ പേര് യോന, മാടപ്പിറാവ്. യോന എന്ന് പറഞ്ഞാൽ മാടപ്പിറാവ്. സത്യസന്ധന് നിർമ്മലന് ജനിക്കുന്ന കുഞ്ഞിന്റെ പേര് മാടപ്പിറാവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓക്കേ, നിഷ്കളങ്കന്. ദൈവം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടുകൾ പോലും ഒരു വിശുദ്ധിയുടെ, നിർമ്മലതയുടെ, സ്നേഹത്തിന് ഇടമായാൽ അത് ആ കുഞ്ഞുങ്ങളെ തഴുകിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം എവിടെയും എന്തും ഇല്ല മക്കളെ. ഇതൊരു ആത്മീയ രഹസ്യമായത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറഞ്ഞു, നീ എഴുന്നേറ്റ് റൈസ് അപ്പ്. മക്കളെ, എപ്പോഴും നമുക്കൊരു മിഷൻ, ഒരു ദൗത്യമുണ്ട് മക്കളെ. നീ ഇരിക്കുന്നിടത്ത് ഇരിക്കാനുള്ള, ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കാനുള്ളവനല്ലായിരുന്നു. ചുങ്കസ്ഥലത്ത് നല്ല ലാഭം കിട്ടിക്കൊണ്ടിരിക്കുക. എഴുന്നേക്ക്, കം ആൻഡ് ഫോളോ മീ. ദൈവത്തിൻ്റെ പിന്നാലെ നീ ചുവട് വെക്കുമ്പോൾ, നമ്മളെ ഈ ഒരു വിഷയമാണ് ഈ ദിവസങ്ങളിൽ ഷെക്കിന ചാനലിലുണ്ടത്. നമ്മൾ ഈ ഒരു വിഷയമാണ്, നമ്മൾ ഈ ഒരു ആവേശം, ഈ ഒരു തീഷ്ണത ക്രിസ്തുവിൻ്റെതായി ക്രിസ്തുവിൻ്റെ പ്രവർത്തനം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വിസ്മയമായി മാറണം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനിവേയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസീറിയയ്ക്ക് പോകാൻ, അടിമത്തത്തിന്റെ നാട്ടിലേക്ക് പോകാനായി പറയുന്നത്. നല്ല മൂത്ത യഹൂദനാ, ജെറൂസലേം ദേവാലയത്തിലിരിക്കുന്ന ഭാഗ്യം പൊക്കോളാൻ പറയും. അസീറിയയുടെ തലസ്ഥാനമായ നിനിവേയിലേക്ക്, ദൈവത്തെ അറിയാത്തവരുടെ നാട്ടിലോട്ട് പോകാൻ പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ തന്നെ പറഞ്ഞു, ഈജിപ്തിലോട്ട് പോകാനാ പറഞ്ഞു ഈശോയോട്. യോസേപ്പിതാവിനോട് പറഞ്ഞു, കൊച്ചിനെ അടുത്ത് ഓടിക്കുക. എങ്ങോട്ടാ? ഈജിപ്തിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ജീവിതത്തിന്റെ ചില നിമിഷങ്ങളിൽ ഇതുപോലെയുള്ള നിനിവേയും ഇതുപോലെയുള്ള ഈജിപ്തും നിന്റെ ജീവിതത്തിൽ ഒരുങ്ങുമ്പോൾ നീ തിരിച്ചറിഞ്ഞു കൊള്ളണം, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇത് അഭിഷേകമാക്കി മാറ്റാൻ, ഇത് അനുഗ്രഹമാക്കി മാറ്റാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കൃപയാക്കി മാറ്റുവാൻ നിന്റെ ദൈവത്തിന് കഴിയോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയുടെ ദേശം കൃപയാക്കി മാറ്റാൻ കർത്താവിന് പറ്റും മക്കളെ. ഇതുപോലെ ഈജിപ്തിലൊക്കെ കഴിയുന്ന മക്കള്, ഭവനങ്ങളില്ലാത്ത മക്കള്, അല്ലെങ്കിൽ വല്ലാത്ത ദുരന്തങ്ങളിലും രോഗപീഠങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന മക്കള്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോ നിനീവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ചെന്നിട്ട് അതിനെതിരെ വിളിച്ചു പറയാം. അടി കിട്ടാൻ പറഞ്ഞ പണിയും വേണോ? നിനിവേ ചെന്നിട്ട് നിനിവേക്കാക്കത് ഇവിടെ വന്നിട്ട് അന്തോണിച്ചവിടെയാണ് ഈ പള്ളിക്കെതിരായിട്ട് പറഞ്ഞ് നമ്മൾ വിടുവോ അവനെ? ഇവിടെ വന്നിട്ട് ക്രിസ്തുവിനെതിരായിട്ട് പറഞ്ഞ് നമ്മൾ വിടുവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കണം. മക്കളെ, ഓർത്തോണം, ഓരോ ദിവസവും വൈകുന്നേരം കിടന്നുറങ്ങുന്നതിന് മുമ്പ് മുട്ടയിൽ നിന്നൊന്ന് കരയണം. ഇന്നത്തെ ദിവസം വന്നു പോയ നാളെ എഴുതൊക്കെ അറിയത്തില്ലടപ്പാ. കയ്യസോരുടെ അടുത്ത് ഓഫീസിലെല്ലാം പോയപ്പോഴത്തേന് ഞാൻ വെറുതെ എൻ്റെ മനസ്സിൽ കൂടെ പോയി ചിന്ത, ഒരിക്കലും ഇല്ലാത്തൊരു ചിന്തയാണ്.
ആള് സ്വർഗത്തിൽ പോവോ? ഞാൻ ഒരിക്കലും ഒരു ശവമഞ്ചത്തിനരിക്കലും നിന്ന് ചിന്തിച്ചിട്ടില്ല ഇനി ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവങ്ങൾ അവിടെ കൊണ്ട് തീർന്നില്ല. എടാ നിന്റെ ഗതിയും ഇതാടാ, ആ പെട്ടി കയറി കിടന്നാലുണ്ടല്ലോ ഇല്ലെന്ന് എനിക്ക് വല്ലാത്തൊരു കൊടുങ്കാറ്റ് പോലെ ഫീൽ ചെയ്തത്. ഒന്നാമത് ഇയാൾ സ്വർഗത്തിൽ പോകുമായിരിക്കുമോ? പാപം ചെയ്തിട്ടുണ്ടാവില്ലേ? ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ ഇദ്ദേഹത്തിനുണ്ടാവില്ലേ? ഇനി എന്ത് ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും? ഞാൻ കണ്ണീരോട് അവിടെ നിന്ന് പ്രാർത്ഥിച്ച മനുഷ്യന് വേണ്ടി. ഇനി ഇയാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുപോലെ ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നൊരു പ്രചോദനമായിരിക്കും. പക്ഷെ തിരിച്ചു വരുമ്പം അല്ല, അവിടെ വെച്ച് തന്നെ എനിക്കുണ്ടായി, നീയും ഒരു ദിവസം ഇങ്ങനെ കിടക്കുമ്പോൾ ആരെങ്കിലും വന്ന് ഇവിടുന്ന് ഇത് ഇവനെല്ലാം പാപവും ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? ഇവൻ ചെയ്ത ഏതെങ്കിലും പാപം ക്ഷമിക്കപ്പെടാതെ കിടപ്പുണ്ടോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു അപ്പന് 93 വയസ്സ്. അപ്പം മരിച്ച് അപ്പൻ്റെ ശവസംസ്കാരത്തിന് വരുന്ന മകളെ ഞാൻ കണ്ടുമുട്ടി. ഈ മകളെന്നോട് പറയുന്നത് വെച്ചാൽ അപ്പനൊരു വിശുദ്ധനായിരുന്നു. അപ്പനൊരു വിശുദ്ധ. അപ്പൻ പള്ളിയുടെ കാര്യം കഴിഞ്ഞിട്ട് അപ്പന് ബാക്കിയുള്ളതേ ഉള്ളൂ. വീട്ടിലൊരു അത്യാവശ്യത്തിന് ചെയ്ത പൈസ എടുത്ത് അപ്പനെടുത്ത് അച്ഛനും ഉമ്മാക്ക് കൊടുക്കും. പള്ളിയിലൊരു കാര്യം ഉണ്ടെങ്കിൽ ഒന്നാമത് അത് അപ്പൻ്റെ കാര്യമാണ്. ഞാൻ രൂപതയും പള്ളിയൊന്നും പറയുന്നില്ല. ആ രൂപതയിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അയാൾ മുമ്പിലാണ്. അയാളെ മരിച്ച് മോർച്ചറിയിലേക്ക് മാറ്റുമ്പോഴേ അവിടുത്തെ മെത്രാനച്ചൻ വന്നെന്ന് അവർ പറയുന്നത്. മെത്രാനച്ചൻ വന്ന് പ്രാർത്ഥിച്ച ഭാഗ്യമല്ലേ. ആ പ്രദേശത്തൂടെ ഏതച്ഛന്മാർ പോയാലും ആ വീട്ടിൽ കയറി പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. പറയുക, ഈ മനുഷ്യൻ ജീവിച്ച കാലം മുഴുവനെ അവസാനം വീണു, സോഡിയം കുറഞ്ഞ് വീണു. 1-2 ആഴ്ച കിടന്നുള്ളൂ. പക്ഷെ പറയാ സഹിച്ചെങ്കിൽ വെച്ചോ ഒരു വിശുദ്ധനായിരുന്നു. എന്ത് ഉറപ്പാണച്ചോ, നല്ല കുംഭസ്ഥാനം നടത്തിയിട്ടുണ്ട്. നന്നായിട്ട് ഞങ്ങളൊക്കെ ജീവിക്കുന്ന ഈ അപ്പച്ചൻ്റെ പ്രാർത്ഥന കൊണ്ടാച്ചോ. ദൈവ പൈതലേ, മറ്റുള്ളവരല്ല, നിനക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന താർശിഷിലേക്ക് ഓടി. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറയുവാൻ നോക്കിയേ ദൈവങ്ങളെ. എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ആത്മീയതയാണെന്ന് ചിന്തിക്കല്ല. എനിക്ക് തോന്നുന്നത്, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അതൊന്നും ആത്മീയതയല്ല. എനിക്ക് മുട്ടയെ കുത്തിക്കാൻ ഇഷ്ടം, അത് ആത്മീയത അല്ല മക്കളെ. കർത്താവ് നിന്നോട് പറഞ്ഞത് എന്താണെന്ന്. ഹല്ലേലൂയ. ചില സമയത്ത് ചില മക്കൾ വന്നൊരു ചോദിക്കുമ്പോൾ ഞാൻ പൊള്ളിപ്പോകാറുണ്ട്. പുരോഹിതൻ എന്ന നിലയിൽ ഇവരെന്ത് ഈ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു കാര്യം കയ്യിൽ കിട്ടിയപ്പോൾ എന്നോട് വന്ന് ചോദിക്കും, ഇത് വാങ്ങിക്കണമെന്ന്. കണ്ണു വളച്ച് നമ്മളാണ് 2 കയ്യും കൊണ്ട് വാങ്ങിച്ചത്. വാങ്ങിക്കുന്നത് ഇത് കർത്തൃഹിതമാണോ, ഇത് ദൈവഹിതമാണോ എന്നൊക്കെ ചോദിച്ച് ദൈവത്തിന്റെ കാറ്റിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന മനുഷ്യര്, ദൈവക്കാറ്റിൽ സഞ്ചരിക്കുന്ന മനുഷ്യര്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അത്ഭുതപ്പെടും. രാജകുമാരനെ കെട്ടാൻ വേണ്ടി രാജകുമാരൻ വന്ന് നിൽക്കുമോ എന്ന് ചോദിക്കുക, അച്ഛാ കെട്ടണോ? അല്ലെങ്കിൽ ജീവിതത്തിൽ കിട്ടാവുന്ന ഒരു അടുത്ത ദിവസങ്ങളിൽ ഭയങ്കര ശമ്പളം കിട്ടുന്നൊരു ജോലിയാണ്. സ്ഥലം സൗദി അറേബ്യ. എത്രയോ വലിയൊരു തുകയാണ്. ഈ പൊട്ടൻ എന്നോട് വന്നിട്ട് ചോദിക്കും ഞാൻ പോകണമെന്ന്. ഞാൻ പറഞ്ഞടാ, ജോലി കിട്ടുന്നത് മനുഷ്യന്മാര് വിഷമിക്കുമ്പോ അവൻ തിരിഞ്ഞെൻ്റെ കരണക്കുറ്റിക്കൂടെ ഒറ്റ അടി വെച്ച് തന്നു. സൗദി അറേബ്യയില് കുർബാനയില്ലച്ചോ. അവൻ പറയുക സൗദി അറേബ്യ കുർബാനയില്ലച്ചോ. ഇവൻ വന്ന് ചോദിച്ചതിന് കാരണം ഇതാ. എന്നാ ഞാൻ പറഞ്ഞു കാണും. നിങ്ങൾ ഉദ്ദേശിക്കുന്നതന്നെ ഞാൻ പറഞ്ഞത്.
ഹല്ലേലൂയ. അവളെ ജീവിതത്തിൽ ഇങ്ങനെ ക്രിസ്തുവിനൊക്കെ ഇത്രമാത്രം വില കൊടുക്കുന്ന മനുഷ്യര്, മനുഷ്യന്മാരിവിടെ തലകുത്തി മറിയുക ഒരു ജോലി കിട്ടാൻ. ഒരു സാധാരണ ജോലിക്ക് കിട്ടുന്നതിന്റെ 3 ഇരട്ടി ശമ്പളം കിട്ടുന്നവൻ വന്ന് ചോദിക്കുക സൗദി അറേബ്യക്ക് പോകണമെന്ന്. തോപ്പിക്കുകയല്ലേ മക്കളെ നമ്മളെ. അതെന്നെ ചില യുവാക്കന്മാർ യുവതികളൊക്കെ വന്നതല്ലേ ഞാൻ വല്ലാതെ വിഷമിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പിന്നെ ഒരു ഇതൊക്കെ അറിയാൻ പറ്റും. എന്നെ വല്ലാതെ തകർത്ത് കളഞ്ഞു പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ താർശീശിലേക്ക് ഓടി കർത്താവിന്റെ സന്നിധി. സ്റ്റാൻഡ് ബിഫോർ ദി ലോർഡ്. മക്കളെ, ദൈവ സന്നിധിയിൽ നീ വന്ന് നിൽക്കണം. അവിടെ മാത്രമേ നിനക്ക് ആസ്. എവിടെ പോയി ഞാൻ വിളിക്കും അല്ലേ? കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ എവിടെ പോയി ഒളിക്കും? ഹല്ലേലൂയ. യോഗ്യതയൊന്നുമില്ല. ഇന്നത്തെ വചനമില്ലേ, മനുഷ്യനോട് ഇത്ര കാരുണ്യം കാണിക്കാൻ, ഭക്തിനോട് ഇത്ര പരിഗണന കാണിക്കാൻ അവൻ എന്താണ് കർത്താവ്? അവൻ എന്താണെന്നറിയാവോ? ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും നിനക്ക്. നീ ജനിച്ചു വീണപ്പോൾ ആദ്യം കയ്യിലെടുത്ത് നിന്റെ തിരുനെറ്റിയിൽ ചുംബിച്ചത് നിന്റെ ദൈവമാടാകൂട്ട. ഒരു ദൈവബന്ധമുണ്ട് മക്കളെ, ഒരു ദൈവബന്ധമുണ്ട്. ഇന്നൊരു പയ്യൻ ഓടി വന്ന് രാവിലെ വന്നിട്ട് ഭയങ്കര സ്നേഹം എന്നോട്. 15-ാം തീയതി എന്നാ 15, ഇന്നെത്രാം തീയതി 11, 15-ാം തീയതി ഓസ്ട്രേലിയക്ക് പോയി. എനിക്ക് സത്യത്തിൽ ഇവനെ അറിയത്തില്ല. എനിക്ക് അറിയത്തില്ല. ഇവൻ എൻ്റെ അടുത്ത് വന്ന് ഇടപെടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവനാ എൻ്റെ നെവ്യൂ ആണെന്ന് തോന്നും. അത്രയും സ്നേഹത്തിൽ ഇവൻ എന്നോട് പെരുമാറിക്കൊണ്ടിരിക്കുക. എന്നെ വിട്ടുപിരിയാൻ വല്ല സങ്കടമുള്ള പോലെയൊക്കെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ അവനുള്ള ബന്ധം നോക്കാം. അവൻ ദിവസം പള്ളി വന്ന് പ്രാർത്ഥിക്കാൻ ഒരു കൈവപ്പ് വാങ്ങിക്കും. അതിനപ്പുറത്ത് ഇവനെ എനിക്ക് അറിയില്ലെന്ന് ഇവൻ വിചാരിച്ചത്. ഞാൻ ഈ കൈവച്ചിട്ടാണ് ഇവന് ഓസ്ട്രേലിയയിൽ മനുഷ്യന്മാർ ജോലി കിട്ടാത്ത സ്ഥലം ജോലിയും കിട്ടി വീസയും കിട്ടി ഇവൻ പോകുന്നത് എൻ്റെ കൈവപ്പ് കൊണ്ടാണ് ഇവൻ്റെ വിചാരം. അവളെ 10,000 കണക്കിന് മനുഷ്യരെ മേലെ കൈവെക്കുന്നതാ. പക്ഷെ ഇവനൊരു അപ്പനോട് തോന്നുന്നൊരു സ്നേഹം എന്നോട് കാണിക്കുക. ഇവൻ സത്യത്തിൽ കണ്ണു നിറഞ്ഞു പോയി മകളെ. അപ്പം പറഞ്ഞു പോവാ കേട്ടോ, പ്രാർത്ഥിച്ചേക്കണേ മോനെ, ജോലി ഉണ്ടച്ചോ, എല്ലാം കഴിയുമ്പോൾ പൊന്നുകൂടെ പ്രാർത്ഥിച്ചോ, ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. അവനും തോന്നണമല്ലോ ആ സ്നേഹം. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു ബന്ധം അവനെ സ്നേഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുക. ഫോഴ്സ്ഫുൾ ലവ്. ദൈവസന്നിധിയിൽ ഒരു ഫോഴ്സ്ഫുൾ ലവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ കല്യാണം ഫിക്സ് ചെയ്ത് കല്യാണം മാറിപ്പോയിട്ട് ഒരു കൊച്ചിനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞ ആഴ്ച. കല്യാണം ഉറപ്പിച്ച് കല്യാണത്തിന് ഹോളും ബുക്ക് ചെയ്ത് എല്ലാം ചെയ്തതാ. ഈ പെങ്കൊച്ചുമായിട്ട് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. ഇവളോട് ഞാൻ എന്ത് പറയും? അപ്പൻ്റെ വിശേഷമല്ല, ഞാൻ നിങ്ങൾ മാറിയിരിക്കും, ഞാൻ അവളോട് സംസാരിക്കട്ടെ. അവളെൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആദ്യം പറയുകയാണ്, സാരമില്ല ചോ, സാരമില്ല. അവളെന്നെ ആശ്വസിപ്പിക്കുക. ഇവളെ എങ്ങനെ ആശ്വസിപ്പിക്കുന്നത് ഞാൻ വിചാരിക്കുമ്പോൾ അവളെ സാരമില്ല അച്ചോ. രണ്ടാമത്തെ പ്രസ്താവന, ദൈവം അറിഞ്ഞിട്ടുണ്ടല്ലോ അച്ചോ, ദൈവം അറിഞ്ഞിട്ടുണ്ടല്ലോ അച്ചോ. മൂന്നാമത്തെ പ്രസ്താവന, ദൈവം ഒരു നന്മ കണ്ടിട്ടുണ്ടാവും അച്ചോ. ഇവളെന്നോട് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇവള് വന്ന് നിൽക്കുകയാണോ ഇത്? ഞാൻ അങ്ങോട്ട് പറയേണ്ടതൊക്കെ ഇങ്ങോട്ട് പറയുന്ന ഒരു പെൺകുട്ടി. ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു വിശ്വാസിയുടെ ദൈവവൈതല്യ ബലവിതാണ് കൊച്ച്. ഈ ഞരമ്പിന്റെ അകത്ത് ഈശോയുടെ ചോരയുണ്ടെന്നൊക്കെ നിനക്ക് ഉറപ്പുണ്ടോ? ഈ ഹൃദയത്തിൽ തമ്പുരാൻ വസിക്കുന്നുണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നിന്റെ കൈക്ക് പിടിച്ചിരുന്ന കർത്താവാണ് നിനക്ക് ഉറപ്പുണ്ടോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ ഓടിക്കളഞ്ഞ നിനിവേലോട്ട് പോകാൻ പറ്റും. ഓടി താർശീശിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചൂണ്ടിക്കാണിക്കുന്ന ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ കഥയാ ബൈബിൾ മുഴുവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എത്തിയില്ല. താർശീശ് പകുതി വഴി, ഇനി കപ്പൽ കയറണം. അവൻ ജോപ്പായിലെത്തി. അവിടെ താർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു. നോക്കിയേ, ഇറ്റ്സ് ഗോയിങ് ടു ട്രാവൽ ഇൻ ദ സീ. കടലിൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത യാത്രയെന്നാണ്.
ദൈവസന്നിധിയിൽ നിന്നുള്ള ഓടുന്ന ഓട്ടങ്ങളൊന്നും സുരക്ഷിതമല്ല മക്കളെ. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ശരി, ദൈവം നിനക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന യാത്രയിൽ നിന്ന് പിൻവാങ്ങാൻ പാടില്ല. അവിടെ യാത്രക്കൂലിയും കൊടുത്ത് വില കൊടുത്ത് ശാപം വാങ്ങിക്കുന്ന മനുഷ്യരെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വില കൊടുത്ത കള്ളുകുടിയന്മാരെ കണ്ടില്ലേ? വില എല്ലാ ദിവസവും കൊണ്ട് കൊടുത്തോണ്ടിരിക്കുക, കള്ളു കുടിക്കുക, എൻ്റെ കരള് ക്യാൻസർ ആക്കാൻ പോവുക. വില കൊടുത്ത് ശാപം വാങ്ങിക്കുന്നവര്, വില കൊടുത്ത് മരണം വാങ്ങിയത് നോക്കി യാത്രക്കൂലിയും കൊടുത്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ വിചാരിച്ചു അങ്ങനെ എനിക്ക് ഈ കപ്പലെ കയറി താർശീഷിൽ പോയി അവിടെ പോയി ഒളിക്കാം. അവിടെയുള്ളവരൊക്കെ തോന്നിയാസികളാണ്, വലിയ ഗുണമൊന്നും ഉള്ളവരില്ല. അവരുടെയൊക്കെ പോയി നമുക്കിങ്ങനെ ജീവിച്ചാൽ മതി. അത്യാവശ്യം പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ജീവിതം വേറെയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ ദൈവസന്നിധിയിൽ നിന്ന് ഒളിക്കാൻ പറ്റുമോ മക്കളെ? ദൈവസന്നിധിയിൽ നമുക്ക് ഒളിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഹല്ലേലൂയ. പാതാളത്തിൽ ഒളിച്ചാൽ അവൻ അവിടെയുണ്ട്, ആകാശങ്ങൾക്ക് അപ്പുറത്ത് പോയാൽ അവൻ അവിടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്യം കൊണ്ട് വായിച്ച് അവസാനിപ്പിക്കാം. എന്നാൽ കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റയച്ചു. ദൈവങ്ങളെ പലപ്പോഴും ജീവിതം കൊടുങ്കാറ്റിൽ ഉലയുമ്പോൾ ഓർത്തു, വാട്ട് ഹാപ്പൻഡ്? എന്ത് പറ്റിയത്? കൊടുങ്കാറ്റ് അയച്ചു. കടൽക്ഷോഭത്തിൽ കപ്പൽ തകരുമെന്നായി. കപ്പൽ യാത്രക്കാർ പരിഭ്രാന്തരായി. ദൈവമക്കളൊന്ന് എഴുന്നേറ്റ്, ദൈവം അയക്കാത്ത ഒരു കപ്പലിലും കയറി പോകരുത് മക്കളെ. ദൈവം അനുവദിച്ചിട്ടില്ലാത്തൊരു യാത്രയ്ക്കും നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത്. അതേസമയം ദൈവം നിശ്ചയിച്ചു തന്നൊരു യാത്ര, അത് നിനക്ക് പ്രീതികരമല്ലെങ്കിലും അത് ദുരന്തമാണെന്നൊക്കെ നീ വിചാരിക്കുന്നുണ്ടെങ്കിലും ദൈവം ആ യാത്രയ്ക്ക് മുമ്പിൽ നടന്നു നീങ്ങുന്നുണ്ടെന്ന് നീ ഒന്ന് തിരിച്ചറിഞ്ഞ് ജീവിതം സമർപ്പിച്ച മക്കള്, വേദനകളെ സമർപ്പിച്ച് ഈശോയെ, ഇരുകരങ്ങളും ചേർത്ത് വിളിച്ച് ഈശോയെ, 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 ഈശോയെ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കും